ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് പാർസ് ട്രീനെ പറ്റിയിട്ടാണ്. സോ ഡെറിവേഷൻ ട്രീ പാർസ് ട്രീ സെയിം തന്നെയാണ്. ഇറ്റ്സ് ബേസിക്കലി എ ഹൈറാർക്കിക്കൽ സ്ട്രക്ചർ. നമ്മുടെ ഡെറിവേഷനെ റെപ്രസെൻ്റ് ചെയ്യായിട്ടുള്ള ഹൈറാർക്കിക്കൽ സ്ട്രക്ചറാണ്. നേരത്തെ പറഞ്ഞിരുന്നു, റൂട്ട് നോഡ് എന്ന് പറയുന്നത് സ്റ്റാർട്ട് സിമ്പിളിനെയാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ലീവ്സ് എന്ന് പറയുന്നത് അത് എന്താണ് പറയുന്നത്, നമ്മളുടെ നിങ്ങൾക്ക് ഇവിടെ നോക്കാനായിട്ട് സാധിക്കും. നമ്മുടെ ലീവ്സ് എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി ടെർമിനൽസ് അല്ലെങ്കിൽ ഇറ്റ് ക്യാൻ ബി നോൺ ടെർമിനൽസ് എന്നുള്ളത് ഒരു കോമ്പിനേഷൻ ആയിരിക്കും. യൂഷ്വലി നോൺ ടെർമിനൽസ് ആയിരിക്കും ഇൻറ്റീരിയർ നോട്ട്സിലുള്ളത് അല്ലേ. നോക്കിക്കേ, നമ്മുടെ എക്സ്റ്റീരിയർ ലീഫ് നോട്ട്സിലെല്ലാം നമുക്ക് ടെർമിനൽസ് ആണ് വരുന്നത്, അകത്താണെല്ലാം നോൺ ടെർമിനൽസ് വരുന്നത്. സോ അത് നമ്മുടെ പാർസ് ട്രീയുടെ ഒരു എന്നുള്ള പറഞ്ഞൊരു ഫങ്ഷനാലിറ്റി എന്നുള്ള രീതിയിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. സോ ഈ ഒരു പാർസ് ട്രീനെ വേർ ദ ലീവ്സ് ആർ ഐദർ ടെർമിനൽസ് ഓർ നോൺ ടെർമിനൽസ് ആൻഡ് ഇറ്റ്സ് റെഡ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്, അവരെ നമ്മൾ ആ ഒരു ലീവ്സിനെ നമ്മൾ ഈൽഡ് അല്ലെങ്കിൽ ഫ്രണ്ടിയർ ഓഫ് ദി ട്രീ എന്ന് നമ്മൾ പറയും. സോ ജസ്റ്റ് ഇതൊരു ഇൻഫർമേഷൻ ആയിട്ട് പറഞ്ഞതാണ്. ഇപ്പോൾ ബൈ ചാൻസ് ഒരു 3 മാർക്കിനെല്ലാം ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എഴുതാനായിട്ട്. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു സ്ട്രിങ് ഡിറൈവ് ചെയ്യണം. നമുക്ക് ഈ തന്നേക്കുന്ന ഈ ഒരു പ്രൊഡക്ഷൻസിൽ നിന്ന് നമുക്കൊരു സ്ട്രിങ് ഡിറൈവ് ചെയ്യണം. ചിലപ്പോൾ ഇത് 3 മാർക്കിനൊക്കെ നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾക്ക് ഡിറൈവ് ചെയ്യേണ്ട സ്ട്രിങ്, അതായത് -ID + ID എന്നുള്ളത്. ഇനി നമ്മൾ നോക്കുക, നമ്മളുടെ സ്റ്റാർട്ട് സിമ്പിൾ നമ്മൾ എടുക്കുക. ഈ ഗിവ്സ് എന്താണ്, നമ്മുടെ മൈനസ് ആണ് നമ്മുടെ ഫസ്റ്റ് നമ്മൾ റീഡ് ചെയ്യേണ്ടത്, -E. ഓക്കെ, ഇനി അടുത്തത് ഇ ഗിവ്സ് മൈനസ് അടുത്ത ബ്രാക്കറ്റാണ് വരുന്നത്. സോ -E. എന്തുകൊണ്ടാണ് നിങ്ങളിവിടെ റീസൺ എഴുതിക്കോണം, ബിക്കോസ് ഇ ഗിവ്സ് ഈ ഒരു സംഭവം ഇ. ഓക്കെ, ഇനി അടുത്തത് ഇ ഗിവ്സ് മൈനസ് ഈ ഒരു ഈനെ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും, ID + ID ആണ് വരുന്നത്. സോ ഇവിടെ അതിനോട് മാച്ച് ചെയ്യുന്ന ഒരു പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് EAE ആണ് അല്ലേ. സോ EAE നമ്മൾ എഴുതി. എന്തുകൊണ്ടാണ് ഇ ഗിവ്സ് EAE. ഇതിങ്ങനെയൊക്കെ നിങ്ങൾ എഴുതിയാലും നിങ്ങൾക്ക് എക്സാമിനേഷൻ്റെ മാർക്ക് കിട്ടത്തുള്ളൂ. ഇ ഗിവ്സ് മൈനസ് വാട്ട് ഇസ് ഇ എന്ന് പറയുന്നത് എന്താണ്, എൻ്റെ ID ആണല്ലേ. അപ്പം ID ഞാൻ എഴുതും IDAE. വൈ? ബിക്കോസ് ഇ ഗിവ്സ് ID. ഇനി നമ്മളുടെ എക്സ്പ്രഷനിലോട്ട് നോക്കിക്കുക, അടുത്തത് പ്ലസ് ആണ് വരുന്നത്. എനെ എനിക്ക് ഏതെങ്കിലും ഓപ്പറേഷൻസ് ആയിട്ട് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് പറ്റും. സോ ഐ എം ചൂസിങ് പ്ലസ് ഹിയർ. ഇ ഗിവ്സ് -ID + E. വൈ? ബിക്കോസ് എ ഗിവ്സ് പ്ലസ്. ഇനി അടുത്ത് ഇ ഗിവ്സ് -ID + ID. വൈ? ബിക്കോസ് ഇ ഗിവ്സ് ID. ഇനി ഇതിനെ ഞാനൊരു ട്രീ ഫോമാറ്റിൽ ഞാൻ റെപ്രസെൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും, ഇ അല്ലേ. ഇ ഗിവ്സ് -E. ഈ ഒരു ഈനെ ഞാൻ എങ്ങനെയാണ് എക്സ്പാൻഡ് ചെയ്തത്, ഇങ്ങനെ ബ്രാക്കറ്റിൽ എഴുതാൻ പറ്റും. ഈ ഒരു ഈനെ എനിക്ക് വീണ്ടും എങ്ങനെയാണ് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റിയ, EAE. EAനെ എനിക്ക് വീണ്ടും ID + ID ഇങ്ങനെ എനിക്ക് എഴുതാനായിട്ട് പറ്റി. സോ ഇതാണ് നമ്മുടെ പാർസ് ട്രീ എന്ന് പറയുന്നത്. ഈ മേളിൽ കൊടുത്തേക്കുന്ന എക്സ്പ്രഷൻ്റെ പാർസ് ട്രീ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ വരച്ച് വെക്കാം. ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടും നിങ്ങൾക്ക് നമ്മളുടെ സ്ട്രിങ്ങിൻ്റെ ഡെറിവേഷനെ കാണിക്കാനായിട്ട് സാധിക്കും. സോ ഓരോ പ്രൊഡക്ഷൻ നിങ്ങൾ നോക്കി, ഈ ഫസ്റ്റ് പ്രൊഡക്ഷൻ നമ്മൾ ആദ്യമേ ചെയ്തു, അത് കഴിഞ്ഞ് സെക്കൻഡ് പ്രൊഡക്ഷനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതി. സോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് ഈ ഒരു സാധനം വരയ്ക്കുന്നത്. പിന്നെ നിങ്ങൾ ഈ വരച്ചേക്കുന്ന പാർസ് ട്രീ കറക്റ്റ് ആണോ അല്ലയോ എന്ന് നോക്കാനായിട്ട് നമുക്കൊരു വഴിയുണ്ട്. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ലീഫ് നോട്ട്സിനെയും നിങ്ങൾ എടുത്തെടുത്ത് എഴുതിക്കേ. ഇപ്പോൾ ഇത് എൻ്റെ ലീഫ് നോഡ് എന്ന് വെച്ചാൽ എൻഡിൽ നോഡ്, അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വേറെ നോട്ട്സ് ഒന്നും കാണത്തില്ല. അപ്പോൾ എൻ്റെ ലീഫ് നോഡ് ഇവിടെ -this ID + ID this one. യെസ്, ഇതല്ലേ നമുക്ക് ഡിറൈവ് ചെയ്യാൻ തന്ന സ്ട്രിങ്. സോ അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു പാർസ് ട്രീ കറക്റ്റ് ആണോ അല്ലയോ എന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാനായിട്ട് സാധിക്കും. Next question. Construct a parse tree for string AABAA from the following production using leftmost and rightmost derivation. So നമുക്ക് ഇന്ന ഡെറിവേഷൻ എന്ന് കൊടുക്കാത്തത്രയും കാലം നമുക്ക് നമുക്ക് എഴുതേണ്ട ആവശ്യമില്ല. നമുക്ക് ലെഫ്റ്റ് മോസ്റ്റ് ഏതെങ്കിലും ഒന്ന് ഫോളോ ചെയ്താൽ മതി. പക്ഷേ ഇപ്പോൾ അവർ കൊടുത്തേക്കുവാണ് ഇങ്ങനെ ചെയ്യാവൂ എന്നുണ്ടെങ്കിൽ നമ്മൾ ലെഫ്റ്റ് മോസ്റ്റ് റൈറ്റ് മോസ്റ്റ് ഒക്കെ നമ്മൾ എഴുതി നോക്കേണ്ടി വരും. സോ ഫസ്റ്റ് നമുക്ക് ലെഫ്റ്റ് മോസ്റ്റ് നോക്കാം അല്ലേ. ലെഫ്റ്റ് മോസ്റ്റ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വാട്ട് ഈസ് മൈ സ്ട്രിങ് ടു ബി ഡിറൈവ്ഡ്,
എ എ ബി എ എ. നമ്മളപ്പോൾ നമ്മളുടെ സ്റ്റാർട്ട് സിമ്പിളാണ് ആദ്യം എടുത്തെഴുതുന്നത്. എസ് ഗിവ്സ് ഇതിൽ ഏത് പ്രൊഡക്ഷൻ ഞാൻ ചൂസ് ചെയ്യും? ഒരു ഡൗട്ടാണല്ലേ. നമ്മൾ എ എ എസ് ചൂസ് ചെയ്യാം, എ എസ് എസ് ചൂസ് ചെയ്യാം. സോ ഇപ്പം ഞാൻ എഴുതുമ്പോഴത്തേന് നിങ്ങൾ വിചാരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ യൂസ് ചെയ്തത്? നിങ്ങളത് ഓൾറെഡി ട്രയൽ ആൻഡ് എറർ നോക്കിയിട്ട് നമുക്കൊരു കറക്റ്റ് പ്രൊഡക്ഷനിലോട്ട് എപ്പോഴും മൾട്ടിപ്പിൾ പ്രൊഡക്ഷൻസ് ഉണ്ടെങ്കിൽ എത്താനായിട്ട് സാധിക്കും. ഇപ്പം ഞാനിവിടെ എ എസ് എസ് ആണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് എ എ എസ് വെച്ച് ചെയ്ത് നോക്കാവുന്നതാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പം എൻ്റെ ഫസ്റ്റ് എ എനിക്കിവിടെ കിട്ടി. എസ് ഗിവ്സ് എ. ഇനി അടുത്തത് എസ്സിനെ ഞാൻ അടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. എ എ എസ്. ഓക്കെ, എ എ എസ് എസ്. അപ്പം വീണ്ടും എനിക്ക് രണ്ടാമത്തെ കിട്ടി. ഇനി അടുത്ത ഈ ഒരു എ എനിക്ക് ബി തരണം. ഓക്കെ, അപ്പം എന്തുകൊണ്ടാണ് ഇതിവിടെ എസ് ഗിവ്സ് എ എ എസ് ആയതുകൊണ്ടാണ് ഞാനിവിടെ ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. എസ് ഗിവ്സ് എ എ. ഇനി അടുത്ത എയുടെ പ്രൊഡക്ഷൻ എനിക്ക് ഇതോ ഏത് വേണം എനിക്ക് യൂസ് ചെയ്യാം. ഐ എം യൂസിങ് ബി എ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ എനിക്കിവിടെ ബി കിട്ടി, എനിക്കിവിടെ എ കിട്ടി. എസ് എസ്. അത് കഴിഞ്ഞിട്ട് എസ് ഗിവ്സ് എ എ ബി എ. ഇനിയിപ്പോഴത്തെ ഇതിലോട്ട് എനിക്ക് ഇത് കൊടുക്കാം, എ എസ് എസ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു എസ്സിന് എനിക്ക് എഫ്സലോൺ ഉണ്ട്. അപ്പോൾ ഈ ഒരു രണ്ടെണ്ണത്തിന് എനിക്ക് എഫ്സലോൺ യൂസ് ചെയ്ത് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ബിക്കോസ് എനിക്ക് ഓൾറെഡി എൻ്റെ സ്ട്രിങ് ഇവിടെ കിട്ടി. എസ് ഗിവ്സ് എ എ ബി എ എ. എസ് ഗിവ്സ് എ എ ബി എ എ. ഓരോന്നും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വിത്ത് റീസൺ നിങ്ങൾ എഴുതേണ്ടത്. സോ ഇതെന്തുകൊണ്ടാണ് എസ് ഗിവ്സ് അല്ല, എ ഗിവ്സ് ബി എ നമ്മൾ എഴുതി. അത് കഴിഞ്ഞേച്ച് എസ് ഗിവ്സ് എ എസ് എസ് നമ്മൾ എഴുതി. അത് കഴിഞ്ഞിട്ട് എസ് ഗിവ്സ് എഫ്സലോൺ, എസ് ഗിവ്സ് എഫ്സലോൺ. ഇങ്ങനെ നിങ്ങൾ എടുത്ത് എഴുതിക്കോണം. ബൈ ചാൻസ് പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ ഞാൻ എഴുതിയില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾ എഴുതിക്കോണം. ഓക്കെ, ഇനി ഇതിനെ നമ്മൾ ട്രീ ഫോർമാറ്റിൽ റെപ്രസെൻറ്റ് ചെയ്യാം. പാർട്സ് ട്രീ ഫോർമാറ്റിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. എസ്. ഓക്കെ, എസ്സിന് ഞാൻ എഴുതി എ എസ് എസ്. ഇതാണ് എൻ്റെ ഫസ്റ്റ് പ്രൊഡക്ഷൻ വരുന്നത്. ഓക്കെ, അത്രയും ക്ലിയർ ആണല്ലോ. ഇനി അടുത്തത് എന്തിനെയാണ് ഞാൻ ഇത് ചെയ്തത്? എസ്സിനെയാണ് ഞാനിവിടെ എക്സ്പാൻഡ് ചെയ്യുന്നത്. എ എ എസ്. ഓക്കെ, അപ്പം എൻ്റെ സെക്കൻഡ് വണ്ണും കഴിഞ്ഞു. ഇനി അടുത്തത് എനെ ഞാൻ എങ്ങനെയാണ് എലാബറേറ്റ് ചെയ്യുന്നത്? ബി എ. ഓക്കെ, ഇനി അത് കഴിഞ്ഞ് എന്താണ് വരുന്നത്? ഇവിടെ എസ്സിനെ എനിക്ക് എഴുതാനായിട്ട് സാധിക്കും എ എസ് എസ്. പിന്നെ ഇവരെല്ലാം എഫ്സലോൺ ആണ് വരുന്നത്. ഇതാണ് നമ്മൾ വരയ്ക്കുമ്പോഴത്തേനും ട്രീ നമ്മളിങ്ങനെയാണ് എഴുതുന്നത്. സോ നമ്മളുടെ ലീവ്സ് എല്ലാം കൂടെ നോക്കിക്കേ, എ എ ബി എ എ. പിന്നെ ബാക്കികളെല്ലാം എപ്സിലോണിലോട്ടാണ് പോകുന്നത്. ഇനി അടുത്ത് നമ്മളുടെ റൈറ്റ് മോസ്റ്റ് ഡെറിവേഷൻ നമുക്ക് നോക്കാം. സോ റൈറ്റ് മോസ്റ്റ് ഡെറിവേഷൻ വരുമ്പോഴത്തേനും വാട്ട് ഷുഡ് ബി ഡിറൈവ് ഹിയർ, വിച്ച് ഇസ് ദ സ്ട്രിങ് ദാറ്റ് വി ഹാവ് ടു ഡിറൈവ്? എ എ ബി എ എ. എൻ്റെ എസ് നോക്കാം. എസ് ഗിവ്സ്, ഞാൻ അഗൈൻ ഇവിടെയും എ എസ് എസ് തന്നെയാണ് എഴുതുന്നത്. നമ്മൾ റൈറ്റ് മോസ്റ്റ് ആകുമ്പോഴത്തേനും നമ്മളുടെ റൈറ്റ് മോസ്റ്റിൽ നിന്നുള്ള നോൺ ടെർമിനൽസിനെയാണ് നമുക്ക് റിസോൾവ് ചെയ്യേണ്ടത് അല്ലേ. എസ് ഗിവ്സ് എ എസ്. ഇതിനെ ഞാൻ എഫ്സലോൺ ആക്കുവാണ് ചെയ്യുന്നത്. എസ് ഗിവ്സ് എഫ്സലോൺ. അത് കഴിഞ്ഞ് ഈ ഒരു എസ്സിനെ ഞാൻ എ എ എ എസ്. എന്തുകൊണ്ടാണ്? എസ് ഗിവ്സ് എ എ എസ്. ഓക്കെ, ഇനി അടുത്ത് എന്താണ് ഞാൻ ചെയ്യുന്നത്? എസ് ഗിവ്സ് എ എ എ. ഈ ഒരു എസ്സിന് എനിക്ക് എങ്ങനെയാണ് എഴുതാനായിട്ട് സാധിക്കുന്നത്? വീണ്ടും എ എസ് എസ് ആയിട്ട് എനിക്ക് എഴുതാം. എസ് ഗിവ്സ് എ എസ് എസ്. എസ് ഗിവ്സ് എ എ. ഈ ഒരു എനെ എനിക്ക് ബി ആക്കാം അല്ലേ. സോറി, ഈ ഒരു എനെ ബി ആക്കാം അല്ല, സോറി, ഇത് റൈറ്റ് മോസ്റ്റ് ആണ് വരുന്നത്. സോ ഈ ഒരു എസ്സിനെ, ഈ രണ്ടെണ്ണത്തിനെയും എനിക്കിവിടെ എഫ്സലോൺ ആക്കാം. എസ് ഗിവ്സ് എഫ്സലോൺ എ എ എ എ. അഗൈൻ ഇറ്റ് എസ് ഗിവ്സ് എഫ്സലോൺ. ഇനി അടുത്തതാണ് നമുക്ക് എയിലോട്ട് വരുന്നത്. റൈറ്റ് മോസ്റ്റിൽ നിന്നാണ് നമ്മൾ ചെയ്യേണ്ടത്. എ എ ബി എ എ. വൈ? ബിക്കോസ് എ ഗിവ്സ് ബി എ. ഇതിനെ ഞാനൊരു ട്രീ ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എസ് വരും. എസ്സിൻ്റെ ഫസ്റ്റ് പ്രൊഡക്ഷൻ ഞാൻ എന്താണ് എടുത്ത് എഴുതിയത്? എ എസ് എസ് വരും. റൈറ്റ് മോസ്റ്റ് ആയതുകൊണ്ട് ഇവിടെ നിന്ന് ഞാനത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണ്. എസ് അഗൈൻ എ എ. ഇനി അടുത്ത് ഈ ഒരു എസ്സിനെ ഞാനിവിടെ എലാബറേറ്റ് ചെയ്യുന്നത് എ എസ് എസ് യൂസ് ചെയ്തിട്ടാണ്. ഇപ്പോൾ എസ് അഗൈൻ എപ്സലോൺ, ഇതും എപ്സലോൺ. പിന്നെ അടുത്ത് വരുന്ന നോൺ ടേമിൽ ഇതാണ് ബി എ.
സോ വി ആർ ഗെറ്റിംഗ് എ ബി എ ബാക്കിയെല്ലാം എപ്സിലോൺ ആണ്. സോ ഇങ്ങനെയാണ് നമ്മൾ ഒരു ലെഫ്റ്റ് മോസ്റ്റ് അല്ല റൈറ്റ് മോസ്റ്റ് ഡെറിവേഷൻ ഡിറൈവ് ചെയ്യുന്നതും അതിൻ്റെ കൂട്ടത്തിൽ നമ്മളൊരു പാസ് ട്രീനെ ജനറേറ്റ് ചെയ്യുന്നത്.